ഹീലിംഗ് പ്രേയേഴ്സ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. നിങ്ങളെ വിളിച്ച കർത്താവ് നിങ്ങളെ ഒരിക്കലും കൈവിടുകയില്ല. അവിടുന്ന് നിങ്ങളെ ലക്ഷ്യസ്ഥാനത്തെത്തിക്കും. കർത്താവിൻ്റെ പദ്ധതി നിങ്ങളുടെ ജീവിതത്തിൽ നടപ്പിലാകും വിധം കർത്താവ് എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് വേണ്ടി ക്രമീകരിച്ചു തരും. അതിനാൽ വിശ്വാസത്തോടെ ദൈവസന്നിധിയിൽ ഇന്നത്തെ ദിവസം നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് നമുക്ക് അഭയവും ശക്തിയും ബലവും നൽകി കഷ്ടതകളിൽ നിന്ന് നമ്മെ മോചിപ്പിക്കും. എല്ലാ കഷ്ടതകളും നമ്മുടെ നാളത്തെ അഭിവൃദ്ധിക്ക് വേണ്ടിയുള്ളതാണ്. അതിനാൽ നിങ്ങൾ ഭാരപ്പെടേണ്ട, ഭയപ്പെടേണ്ട. നിങ്ങളുടെ സഹനങ്ങളിൽ കൈപിടിച്ചുയർത്തുന്ന, നിങ്ങളെ ശക്തിപ്പെടുത്തുന്ന കർത്താവ് ഇന്ന് നിങ്ങളെ അനുഗ്രഹിക്കുന്ന ദിവസമാണ്. വിശ്വാസത്തോടെ ഇന്നത്തെ നമ്മുടെ നിയോഗങ്ങളെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. തീർച്ചയായും കർത്താവ് നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കും. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഇന്ന് നാം ധ്യാനിക്കുന്ന ദൈവവചനം സങ്കീർത്തനം 46 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. ദൈവമാണ് നമ്മുടെ അഭയവും ശക്തിയും. കഷ്ടതകളിൽ അവിടുന്ന് സുനിശ്ചിതമായ തുണയാണ്. ഭൂമി ഇളകിയാലും പർവ്വതങ്ങൾ സമുദ്രമധ്യത്തിൽ അടർന്നു പതിച്ചാലും നാം ഭയപ്പെടുകയില്ല. ജലം പതഞ്ഞുയർന്നിരമ്പിയാലും അതിൻ്റെ പ്രകമ്പനം കൊണ്ടും പർവ്വതങ്ങൾ വിറകൊണ്ടാലും നാം ഭയപ്പെടുകയില്ല. ദൈവത്തിൻ്റെ നഗരത്തെ, അത്യുന്നതൻ്റെ വിശുദ്ധ നിവാസത്തെ സന്തുഷ്ടമാക്കിക്കൊണ്ട് ഒഴുകുന്ന ഒരു നദിയുണ്ട്. ആ നഗരത്തിൽ ദൈവം വസിക്കുന്നു. അതിനിളക്കം തട്ടുകയില്ല. അതിരാവിലെ ദൈവം അതിനെ സഹായിക്കും. ജനതകൾ ക്രോധാവിഷ്ടരാകുന്നു, രാജ്യങ്ങൾ പ്രകമ്പനം കൊള്ളുന്നു. അവിടുന്ന് ശബ്ദമുയർത്തുമ്പോൾ ഭൂമി ഉരുകിപ്പോകുന്നു. സൈന്യങ്ങളുടെ കർത്താവ് നമ്മോട് കൂടെയുണ്ട്. യാക്കോബിൻ്റെ ദൈവമാണ് നമ്മുടെ അഭയം. വരുവിൻ, കർത്താവിൻ്റെ പ്രവൃത്തികൾ കാണുവിൻ. അവിടുന്ന് ഭൂമിയെ എങ്ങനെ ശൂന്യമാക്കിയിരിക്കുന്നു എന്ന് കാണുവിൻ. അവിടുന്ന് ഭൂമിയുടെ അതിർത്തിയോളം യുദ്ധമില്ലാതാക്കുന്നു. അവിടുന്ന് വില്ലൊടിക്കുകയും കുന്തം തകർക്കുകയും ചെയ്യുന്നു. രഥങ്ങളെ അഗ്നിക്കിരയാക്കുന്നു. ശാന്തമാകുക, ഞാൻ ദൈവമാണെന്നറിയുക. ഞാൻ ജനതകളുടെ ഇടയിൽ ഉന്നതനാണ്. ഞാൻ ഭൂമിയിൽ ഉന്നതനാണ്. സൈന്യങ്ങളുടെ കർത്താവ് നമ്മോട് കൂടെയുണ്ട്. യാക്കോബിൻ്റെ ദൈവമാണ് നമ്മുടെ അഭയം. ഏറ്റവും സ്നേഹവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഈ പ്രഭാതത്തിൽ ഞങ്ങളെ സുഖമായ ഉറക്കം നൽകി വീണ്ടും ഉണർത്തിയതിനെ ഓർത്ത് നന്ദി അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളെ വിളിച്ച് അഭിഷേകം ചെയ്ത് ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം ജീവിക്കുന്നതിന് അനേകരിൽ വെച്ച് ഞങ്ങളെ തിരഞ്ഞെടുത്തു, ഞങ്ങളെ അനുഗ്രഹിച്ചു. കർത്താവെ, അങ്ങയുടെ വിളി സ്വീകരിച്ച് അധികം പ്രാർത്ഥനയോടും ചൈതന്യത്തോടും കൂടെ അങ്ങയുടെ വിളി മനസ്സിലാക്കി അത് സ്വീകരിച്ച് ഞങ്ങൾ അങ്ങയുടെ പാതയിലേക്ക് വന്നു. എന്നാൽ കർത്താവെ, അങ്ങയുടെ വിളി ഞങ്ങൾ സ്വീകരിച്ചെങ്കിലും അധികം പ്രലോഭനങ്ങളും പ്രശ്നങ്ങളും പ്രതിസന്ധികളും അടിക്കടി ദൈനംദിനം ഞങ്ങളെ തകർക്കുവാൻ ശ്രമിക്കുന്നു. അങ്ങയുടെ വിളിച്ച വിളിയിൽ ഞങ്ങൾക്ക് വിശ്വസ്തത കാണിക്കാൻ സാധിച്ചിട്ടില്ല. ദൈവമേ, ഞങ്ങൾ അങ്ങയോട് അവിശ്വസ്തത കാണിച്ചാലും ഞങ്ങളോട് വിശ്വസ്തത കാണിക്കുന്ന യഹോവയായ ദൈവമേ, ഇന്നത്തെ ദിവസം അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങൾ നിലനിൽക്കുവാൻ നിലനിൽപ്പിൻ്റെ വരം നൽകി ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. പ്രത്യേകിച്ച് ദൈവവിളി സ്വീകരിച്ച് ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റുവാൻ, ദൈവത്തിൻ്റെ ശുശ്രൂഷയ്ക്കായി അവിടുന്ന് അനേകരിൽ വെച്ച് ഒരുക്കി തയ്യാറാക്കിയ എൻ്റെ പ്രിയ സഹോദരി സഹോദരങ്ങൾക്ക് വേണ്ടി ഈ സമയം ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങ് വിളിച്ച വിളിയിൽ നിൽക്കണോ അതോ അത് ഉപേക്ഷിച്ച് പോകണോ എന്ന് ശങ്കിച്ചിരിക്കുന്ന അനേകം പേരെ ഈ സമയം ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു. കർത്താവേ, അങ്ങ് വിശ്വസ്തനാണ്. ഞങ്ങളെ വിളിച്ച അവിടുന്ന് വിശ്വസ്തനാണ്. അങ്ങയുടെ വിശ്വസ്തതയിൽ ഞങ്ങളുടെ അവിശ്വസ്തത എടുത്തു മാറ്റി ദൈവമേ, വീണ്ടും അങ്ങയോട് ചേർന്ന് നിൽക്കുവാൻ ഞങ്ങളെ സഹായിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യണമേ. കർത്താവേ, ഞങ്ങളുടെ അധികാരികൾ, ഞങ്ങളുടെ കൂടെയുള്ളവർ
ഞങ്ങളുടെ സമൂഹത്തിലുള്ളവർ ഞങ്ങളെ മനസ്സിലാക്കാതെ ഞങ്ങൾ ചെയ്യാത്ത കുറ്റങ്ങൾ ഞങ്ങളുടെ നേരെ വെച്ച് ഞങ്ങളുടെ വിളി ദൈവം വിളിച്ച വിളിയാണോ എന്ന് സംശയിക്കത്ത വിധം ഞങ്ങളോട് പെരുമാറുമ്പോൾ കർത്താവേ, ഞങ്ങളുടെ ശക്തി ചോർന്നു പോകുന്നു. ഇനി എന്ത് ചെയ്യണം എന്നറിയാതെ ഞങ്ങൾ വേദനിക്കുന്നു. അതിനാൽ ഇന്നത്തെ ദിവസം ദൈവമേ, അങ്ങയുടെ ഹിതം ഞങ്ങളോട് സംസാരിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. കർത്താവേ, ഞങ്ങളെ വിളിച്ച അവിടുന്ന് വിശ്വസ്തനാണ്. ഞങ്ങളോട് കരുണ തോന്നി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നിലനിൽപ്പിൻ്റെ വരം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളെ വിളിച്ച ആ വിളിക്കനുസൃതമായ ജീവിതം നയിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവ് ഞങ്ങളുടെ പക്ഷത്തുണ്ടെങ്കിൽ ഈ ലോകത്തിൽ ആരും ഞങ്ങൾക്കെതിരെ നിന്നാലും ഞങ്ങൾ ഭയപ്പെടുകയില്ല. എന്നാൽ കർത്താവെ, ഞങ്ങളിപ്പോൾ തീരുമാനമെടുക്കുവാൻ ബുദ്ധിമുട്ടുന്നു. ഇവിടെ ദൈവത്തിൻ്റെ വിളി അനുസരിച്ച് നിലനിൽക്കണോ അതോ ദൈവവിളി ഉപേക്ഷിച്ച് പോകണോ എന്ന ആശങ്കയിൽ കഴിയുന്ന എൻ്റെ പ്രിയ സഹോദരി സഹോദരങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ദൈവം വിളിച്ച വിളിയിൽ നിങ്ങൾ വിശ്വസ്തയോടെ നിലനിൽക്കുക. കർത്താവ് നിങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുന്നത് അനേക ജനതകളുടെ, അനേക വ്യക്തികളുടെ രക്ഷയ്ക്കും വിടുതലിനും സൗഖ്യത്തിനും വേണ്ടിയാണ്. ഈശോ അരുളി ചെയ്യുന്നു, ഈ ലോകം മുഴുവനും നീ നേടിയാലും സ്വന്തം ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ നിനക്ക് എന്ത് പ്രയോജനം? അതിനാൽ നിന്റെ ആത്മരക്ഷയ്ക്കും നിന്റെ കുടുംബാംഗങ്ങളുടെ ആത്മരക്ഷയ്ക്കും നിന്റെ സമൂഹത്തിൻ്റെ അനേക ജനതകളുടെ ഈ ലോകത്തിൽ പല ആത്മാക്കളുടെയും രക്ഷയ്ക്കു വേണ്ടി നിന്നെ ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്നതാണ്. അതിനാൽ ദൈവവിളി ഉപേക്ഷിക്കുവാൻ നീ തീരുമാനമെടുക്കരുത്. ദൈവം വിളിച്ചവൻ, നിന്നെ വിളിച്ച കർത്താവ് വിശ്വസ്തനാണ്. അവിടുന്ന് നിനക്ക് വേണ്ടി എല്ലാം ചെയ്തു തരും. അവിടുന്ന് നിന്നെ ലക്ഷ്യത്തിലെത്തിക്കും. അവിടുന്ന് നിന്നെ ഒരിക്കലും കൈവിടുകയില്ല. അവിടുന്നാണ് നിന്റെ ശക്തിയും ബലവും. അവിടുന്നാണ് നിനക്ക് അഭയം നൽകുന്നത്. അവിടുന്നാണ് നിന്നെ സമൂഹത്തിൽ ഉയർച്ച നൽകുന്നത്. സമൂഹത്തിൽ മാന്യത നൽകി മഹത്വം നൽകി നിന്നെ ഉയർത്തുന്നവൻ നിന്നെ വിളിച്ച കർത്താവാണ്. അതിനാൽ ആരൊക്കെ നിനക്കെതിരെ നിലനിന്നാലും, ആരൊക്കെ നിനക്കെതിരെ തെറ്റായ കുറ്റാരോപണങ്ങൾ ഉന്നയിച്ചാലും നീ ഭയപ്പെടേണ്ട. നിന്നെ സ്നേഹിക്കുന്ന കർത്താവ് നിന്റെ കൂടെയുണ്ട്. അവിടുന്ന് നിന്നിൽ വസിക്കുന്നു. അതിനാൽ നീ ഒരിക്കലും തകരുകയില്ല, നിനക്ക് ഇളക്കം തട്ടുകയില്ല. കർത്താവാണ് നിന്നെ സഹായിക്കുന്നവൻ. കർത്താവ് ഇന്ന് നിന്നോട് അരുളി ചെയ്യുന്നു, മകനെ, മകളെ, ഞാൻ നിന്നെ ഒരിക്കലും അനാഥയായി കൈവിടുകയില്ല. നീ ഭയപ്പെടേണ്ട. ഞാൻ നിന്റെ അലച്ചിലുകളെ അറിയുന്നുണ്ട്. ഞാൻ നിന്നെ ഒരിക്കലും കൈവിടുകയില്ല. കർത്താവാണ് നിന്റെ സുനിശ്ചിതമായ തുണ. ഭൂമി ഇളകിമറിഞ്ഞാലും നിനക്കെതിരെ എത്രയധികം വൻ ശക്തികൾ നിനക്കെതിരെ പ്രവർത്തിച്ചാലും നീ തകരുകയില്ല എന്നത് കർത്താവിൻ്റെ വാക്കാണ്. അവിടുന്ന് നിന്നെ വിളിച്ച കർത്താവ് വിശ്വസ്തനാണ്. അവിടുന്ന് നിനക്ക് വേണ്ടി സർവ്വതും ചെയ്തു തരും. നീ സങ്കടപ്പെടേണ്ട, നീ വിഷമിക്കേണ്ട. നീ വിളിച്ച വിളിയിൽ വിശ്വസ്തയോടെ നിലനിൽക്കുന്നതിനുള്ള പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിനു വേണ്ടി ഇന്ന് പ്രാർത്ഥിക്കുക. കർത്താവ് അരുളി ചെയ്യുന്നു, വഴിയും സത്യവും ജീവനും ഞാൻ തന്നെ. എന്നിലൂടെ നടക്കുന്നവൻ ജീവിതം ആസ്വദിക്കും. എന്നിലൂടെ നടക്കുന്നവൻ നിത്യജീവന് അർഹരാകും. അതിനാൽ ഇന്ന് നമ്മെ വിളിച്ച കർത്താവ്, നമ്മെ ശുശ്രൂഷയിലേക്ക് വിളിച്ച കർത്താവ് അനേകരുടെ ആത്മശാന്തിക്കു വേണ്ടി, ആത്മരക്ഷയ്ക്കു വേണ്ടിയാണ് നിന്നെ വിളിച്ചത്. അതിനാൽ ആ വിളിയിൽ വിശ്വസ്തയോടെ അനേകം പേർക്ക് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. നീ ഇപ്പോൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെ അനേകം പേർ അനുഭവിക്കുന്നുണ്ട്. നിന്റെ സമൂഹത്തിൽ അനേകം പേർ പല സമൂഹങ്ങളിലായി വേദനിച്ച് ദൈവവിളി ഉപേക്ഷിക്കണോ എന്ന തീരുമാനത്തിലെത്തിയിട്ടുണ്ട്. അതിനാൽ ഇന്ന് കർത്താവ് നിന്നോട് അരുളി ചെയ്യുന്നു, നിന്നെ വിളിച്ചവൻ വിശ്വസ്തനാണ്. നീ വിശ്വസ്തയോടെ ദൈവസന്നിധിയിലായിരിക്കുക. കൂടുതൽ പ്രാർത്ഥനയോടെയും ചൈതന്യത്തോടെയും നീ ദൈവസന്നിധിയിൽ ആയിരിക്കുക. ദൈവവിളി ഉപേക്ഷിച്ച് നീ പോകരുത്. അവിടെ കർത്താവാണ് നിനക്ക് സഹായം നൽകുന്നത്. നീ ഒറ്റയ്ക്കല്ല. കർത്താവിനെ ക്രൂശിച്ചവർ നിന്നെയും ക്രൂശിക്കുന്നു. അതിനാൽ
സഹനങ്ങളിൽ കൂടിയാണ് ദൈവത്തിൻ്റെ മഹത്വം നിന്നിൽ കാണാൻ പോകുന്നത്. നീ ഭയപ്പെടേണ്ട. കർത്താവ് നിന്നെ സംരക്ഷിക്കും, നിന്നെ അനുഗ്രഹിക്കും. നിന്റെ എല്ലാ രോഗപീഠകളിലും, നിന്റെ ഒറ്റപ്പെടലിലും കുറ്റപ്പെടലിലും ഒന്നും അധൈര്യപ്പെടേണ്ട. എന്തെന്നാൽ കർത്താവാണ് നിന്റെ വലതുകരം പിടിച്ചിരിക്കുന്നത്. അവിടുന്ന് നിന്നോടിന്ന് ഈ പ്രഭാതത്തിൽ അരുളി ചെയ്യുന്നു, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കും, ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും വിടുവിക്കുകയും ചെയ്യും. നിന്റെ നേരെ പർവ്വതങ്ങൾ ഇടിഞ്ഞു വീഴാലും, നിന്റെ നേരെ ഭയങ്കരമായ പ്രശ്നങ്ങൾ ഉതിർത്താലും നീ ഭയപ്പെടേണ്ട. നിന്റെ നേരെ പറഞ്ഞിരിക്കുന്ന എല്ലാ നുണകളെയും കർത്താവ് അത് വെളിപ്പെടുത്തും. അതിനാൽ നീ ഭയപ്പെടേണ്ട. കർത്താവാണ് നിന്നെ വിളിച്ചവൻ, അവിടുന്ന് വിശ്വസ്തനാണ്. നിന്റെ വിശ്വസ്തയോടെ ദൈവമേ, നിലനിൽപ്പിൻ്റെ വരം നൽകി എന്നെ അനുഗ്രഹിക്കണമേ എന്ന് പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ദൈവവുമായുള്ള ആത്മബന്ധത്തിനു വേണ്ടി നീ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. നിന്റെ സമൂഹത്തിലുള്ളവരെ പോലെയല്ല, നീ ദൈവവുമായി, ദൈവത്തെ ദൈവത്തെ അനുസരിക്കുന്നവനായി മാത്രം നിലകൊള്ളുക. കർത്താവിനെ അനുസരിക്കുമ്പോൾ അവിടെയാണ് ദൈവത്തിൻ്റെ കൃപയൊഴുകുന്നത്, അവിടെയാണ് ദൈവത്തിൻ്റെ മഹത്വം ദർശിക്കുന്നത്. അതിനാൽ നീ ഭയപ്പെടേണ്ട. ദൈവത്തെ അനുസരിക്കുന്നതിനായി നീ ഭയപ്പെടേണ്ട. എന്നാൽ ദൈവത്തെ അനുസരിച്ചവർ ആരും തന്നെ ഇന്നുവരെ ലജ്ജിക്കാൻ ദൈവം അനുവദിച്ചിട്ടില്ല. നീ വിശ്വസിക്കുക. ഇന്ന് നീ പോകുന്ന എല്ലാ കാര്യങ്ങളിലും നിനക്ക് വിജയവും മഹത്വവും നൽകാൻ കർത്താവ് നിന്റെ വഴിയിൽ കാത്തു നിൽപ്പുണ്ട്. നീ ഭയപ്പെടേണ്ട. വിശ്വസിക്കുക. ദൈവം നിന്നെ അനുഗ്രഹിക്കും. നിന്നെ വിളിച്ചവൻ നിന്നെ ഒരിക്കലും ലജ്ജിപ്പിക്കുകയില്ല. അവിടുന്ന് നിന്നെ അനുഗ്രഹിച്ച് ഉയർത്തും. അവിടുന്ന് നിന്റെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കുകയും ചെയ്യും. കർത്താവാണ് നിന്റെ ബലം, കർത്താവാണ് നിന്റെ കോട്ട. കർത്താവ് ഇന്ന് നിന്നെ കനിഞ്ഞ് സന്ദർശിക്കും. അവിടുന്ന് നിന്റെ ശത്രുക്കളുടെ പരാജയം കാണാൻ നിന്നെ ഇടയാക്കും. അതിനാൽ വേദനിക്കേണ്ട, വിഷമിക്കേണ്ട. കർത്താവ് നിന്നെ നോക്കിക്കൊള്ളും. നിന്റെ എല്ലാ പ്രയാസങ്ങളും വേദനയും കർത്താവിൻ്റെ സന്നദ്ധിയിൽ സമർപ്പിച്ച് വിശ്വാസത്തോടെ നിന്റെ എല്ലാ വ്യക്തിപരമായ ആഗ്രഹങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. അവിടുന്ന് തീർച്ചയായും നിന്നോട് കനിവ് കാണിക്കും. കർത്താവേ, ഈ സമയം ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തർക്കു വേണ്ടിയും പ്രത്യേകം ഞാൻ പ്രാർത്ഥിക്കുന്നു. കരുണ തോന്നി അവരെ അനുഗ്രഹിക്കണമേ. കമൻറ്റ് സെക്ഷനിലൂടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ ഞങ്ങളെ അറിയിച്ചിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരുടെ ആവശ്യങ്ങളെ ഓരോന്നായി ഈ സമയം കർത്താവെ അവിടുന്ന് ഇപ്പോൾ തന്നെ ഇടപെട്ട് അവർക്ക് നടത്തിച്ചു കൊടുക്കുന്നതിനെ ഓർത്ത് ഞാൻ നന്ദി അർപ്പിക്കുന്നു. രോഗപീഠയിലായിരിക്കുന്നവർക്ക് പ്രത്യേക സൗഖ്യവും വിടുതലും നൽകണമേ. വെന്റിലേറ്ററിലും ICUയിലും കഴിയുന്ന എൻ്റെ സഹോദരങ്ങളെ, സഹോദരിമാരെ അവിടുന്ന് അനുഗ്രഹിച്ച് സ്പർശിച്ചിപ്പോൾ തന്നെ സുഖപ്പെടുത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇന്ന് ഞങ്ങളായിരിക്കുന്നിടത്ത്, ഞങ്ങളുടെ കുടുംബത്തിൽ, ഞങ്ങളുടെ സമൂഹത്തിൽ ദൈവത്തിൻ്റെ സമാധാനം നിലനിർത്താൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ ഹൃദയത്തിൽ സമാധാനമായി നീ വന്നു വാഴണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇന്ന് എല്ലാം കൊണ്ടും സമാധാനവും സന്തോഷത്തിൻ്റെയും ദിനമാക്കി മാറ്റണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളെ അനുഗ്രഹിക്കുന്ന നാഥ, അങ്ങേക്ക് സർവ്വമഹത്വവും സ്തുതിയും ആരാധനയും അർപ്പിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ. പരിശുദ്ധ ദൈവമാതാവേ, സകല വിശുദ്ധരെ, ദൈവത്തിൻ്റെ മാലാഖമാരെ, ദൈവവിളിയിൽ ഉറച്ചു നിൽക്കുവാൻ, വിശ്വസ്തയോടെ ഉറച്ചു നിൽക്കുവാൻ, എല്ലാ പ്രലോഭനങ്ങളെയും എല്ലാ തിക്താനുഭവങ്ങളെയും അതിജീവിക്കുവാൻ നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണമേ. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി,
കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സർവശക്തനായ ദൈവം ഇന്നത്തെ ദിവസം വിശ്വസ്തയോടെ നിന്റെ നിലനിൽപ്പിനു വേണ്ടി നിന്നെ അനുഗ്രഹിക്കും. കർത്താവ് നിന്നെ അനുഗ്രഹിച്ചുയർത്തും. നിന്റെ ശത്രുക്കളുടെ മുന്നിൽ അവിടുന്ന് നിന്നെ മഹത്വപ്പെടുത്തും. അവിടുന്ന് നിന്നെ ലക്ഷ്യസ്ഥാനത്തെത്തിക്കും. വിശ്വാസത്തോടെ നീ പ്രാർത്ഥിക്കുന്ന ഓരോ പ്രാർത്ഥനയ്ക്കും നിനക്കിന്ന് ഉത്തരം ലഭിച്ചിരിക്കും. നിന്റെ വഴികളിൽ കർത്താവ് നിന്നെ കാത്തു പരിപാലിക്കുകയും എല്ലാ തടസ്സങ്ങളെയും എടുത്തുമാറ്റി ദൈവം നിന്നെ അനുഗ്രഹിച്ചുയർത്തുകയും ചെയ്യും. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും പൂർവികരോടും മക്കളോടും ജീവിത പങ്കാളിയോടും തലമുറകളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ. ആമേൻ.